നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, കഴിഞ്ഞ ഒരു 3-4 ദിവസമായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിനെ ഡയറക്റ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗിനെയാണ്. ആര് മുഖ്യമന്ത്രിയാവണം, എന്ത് ചെയ്യണം, ആരെയൊക്കെ മന്ത്രിയാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ലീഗിന്. അതാ. മാത്രമല്ല, മാത്യു കുഴൽനാടൻ ലീഗ് ഈ വിഷയങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടന്റെ കോലം കത്തിക്കുന്ന കാഴ്ച. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്നാണ് പറഞ്ഞത്. അത് സത്യമല്ലേ? ഒരു പാർട്ടി, ഏത് പാർട്ടിയുടെ ആയാലും ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷിയായാലും നമുക്ക് ചില അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ അല്ലാതെ നിങ്ങൾ ഇന്നയാളെ ആക്കണം, പാർട്ടി പ്രസിഡന്റ് ആയിട്ട് ആരെ നിശ്ചയിക്കണം, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നൊന്നും പറയാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. നമുക്ക് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എതിർ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് അഭിപ്രായം പറയാം, ആരോപണം ഉന്നയിക്കുക, ആക്ഷേപിക്കുക ഒക്കെ ശരിയാണ്. പക്ഷെ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ഒരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല. ഇവിടെ നമ്മൾ കാണുന്നത് അതാണ്. യഥാർത്ഥത്തിൽ ഇത് എന്തിന്റെ സൂചനയാണ്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം ഡോമിനന്റ് പാർട്ടീസ് അത് വിഴുങ്ങിക്കഴിഞ്ഞു. അത് ഞാൻ കേവലം ഈ കേരളത്തിലെ ഈ ലീഗ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലീഗ് ചെയ്യുന്ന കാര്യങ്ങളോ മാത്രം വെച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം, ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. കോൺഗ്രസ് ജയിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ പിന്തുണ വേണം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞതെന്താ? കോൺഗ്രസ് ഈക്വൽസ് മുസ്ലിം, മുസ്ലിം ഈക്വൽസ് കോൺഗ്രസ്, മുസൽമാൻ എന്ന് വ്യക്തമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താനോ ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഒന്നുമല്ല. ഇതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവരും വലിയ കുഴപ്പക്കാരാണെന്നോ അവരെല്ലാവരും ഈ മതരാഷ്ട്രവാദവുമായിട്ട് നടക്കുന്നവരാണെന്നോ അല്ല. ഇപ്പോൾ നോക്കൂ, ഇവിടെ കേരളത്തിൽ ഈ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇത് പറഞ്ഞെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ മതരാഷ്ട്രവാദം ഇല്ല, ജമാഅത്ത് ഇസ്ലാമി ഒരു പുരോഗമന സംഘടനയാണ്, അവരാ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പേ പഴയ അവരുടെ അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രംഗത്ത് വന്നു. ശരീഅത്താണ് ഞങ്ങളെ നയിക്കുന്നത്, മതരാഷ്ട്ര സ്ഥാപനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതൊരു ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ മതരാഷ്ട്രം സ്ഥാപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങളൊക്കെ അതും അതിനു മുമ്പ് ഷാജി പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരനായിരുന്നു. അത് മുസ്ലിം ലീഗിൽ നിന്ന് പതിവില്ലാത്ത വണ്ണം മതമാണ് പ്രശ്നം, ആ മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. പോട്ടെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുനീറും ഇ.ടി. മുഹമ്മദ് ബഷീറും ഒക്കെ ഒരു കാലത്ത് എന്താണ് പറഞ്ഞിരുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് അവരെന്തൊക്കെ മാറ്റി പറയുന്നു എന്നുള്ളതും നമുക്കറിയാം. ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. അപ്പോൾ കോൺഗ്രസ് നോക്കൂ, തെലങ്കാനയിൽ നിന്ന് തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ, അതേ ഭാഷ വി ഡി സതീശൻ പറയുന്നു. അതെ. ഇനി ഇതിന് മറ്റൊരു ഉപോത്ബലകമായ മറ്റൊരു തെളിവ് തരാം. ഇപ്പോൾ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ? അവിടെ BJP 100 സീറ്റ് നേടി വിജയിച്ചു വന്നു. അവിടെ നമ്മുടെ കോൺഗ്രസ് 19 സീറ്റിൽ വിജയിച്ചു. 18 മുസ്ലിങ്ങളാണ് വിജയിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുണ്ടോ? നോക്കൂ, ഇപ്പുറത്ത് BJPക്ക് എന്തുകൊണ്ടൊരു മുസ്ലിം MLA ഇല്ല, ഒരു മുസ്ലിം MP ഇല്ല എന്ന് ചോദിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ശരി, ഇപ്പോൾ നമുക്ക് BJPക്ക് ഒരു മുസ്ലിം MP പോലും ഇല്ല, അത് ഒരു ശരിയായ കാര്യമല്ല, ജനാധിപത്യപരമായിട്ട് അത് തെറ്റാണ്, എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ ഉള്ള വാദങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അത് സ്വീകരിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷെ അതിനൊരു മറുവാദമുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ വളരെ ഉന്നത ബിരുദങ്ങളുള്ള, സമൂഹത്തിൽ വലിയ ഉയർന്ന സ്ഥാനത്തിരുന്ന ഗുരുസ്ഥാനീയനായ ഒരാളെ BJP മത്സരിപ്പിച്ചു, അബ്ദുൽ സലാം സാർ.
അദ്ദേഹത്തിന് 8 നിലയെ പൊട്ടിച്ച് കൈ കൊടുത്തു മുസ്ലിം ലീഗും CPIM അല്ല. അവിടുത്തെ മലപ്പുറത്തെ വോട്ടർമാർ, അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടും യോഗ്യനായ ഒരു മനുഷ്യൻ, ആരോടും പക്ഷപാതിത്വമില്ല, എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ചെയ്ത ആകെ അവരുടെ ദൃഷ്ടിയിലുള്ള ഏക അദ്ദേഹം താമര ചിഹ്നത്തിൽ BJP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു. നോക്കൂ, അദ്ദേഹത്തെ പോലെ ഒരാളെ വിജയിപ്പിച്ചു വിട്ടിരുന്നെങ്കിൽ നരേന്ദ്രമോദി തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയാലേ. അദ്ദേഹം ക്യാബിനറ്റിലിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് വലിയ പ്രയോജനം ഉണ്ടായേനെ. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അല്ല, അദ്ദേഹത്തിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും ഒരു മികച്ച സേവനം കാഴ്ചവെച്ച എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല. ആകെ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആയിരുന്നു. അവിടെ VC ആയിരുന്ന അദ്ദേഹം ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ ഏറ്റവും മാന്യമായിട്ട് തൻ്റെ കാലാവധി പൂർത്തിയാക്കി നല്ല സേവനം നൽകി എല്ലാ വിദ്യാർത്ഥികളോടും വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി പെരുമാറി എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെയാണ്. ഞാനല്ല, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ അവിടെ BJP നിർത്തിയപ്പോൾ ആ ആളിനെ ജയിപ്പിക്കില്ല. പകരം ജയിപ്പിച്ചത് ആരെയെന്ന് ഞാൻ പറയണത്, അതിരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു മുസ്ലിം MP ഇല്ല എന്ന് പറയുന്നവർ ഇപ്പുറത്ത് കോൺഗ്രസിന് മുസ്ലിം MLA മാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതും ചർച്ച ചെയ്യണ്ടേ? ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം അതെ, കേരളത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. ഷാജി മതമാണെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ശശികല ടീച്ചർ ഹിന്ദു എന്നൊരു വാക്ക് പറഞ്ഞാൽ വർഗീയവാദി. അത് വലിയ പ്രശ്നമാണ്. വർഗീയവാദിയല്ല, അവര് ഇപ്പൊ ഒരു പഴയ വാക്ക് പൊടിതട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ്. സഫ്രോൺ ടെറർ, കാവ്യ ഭീകരത എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പം നമുക്കിപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യത എത്രയാണെന്ന് നമുക്കറിയാം. ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ കേവലം ഒരു ആസാമിൽ തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞത്, VD സതീശൻ പറഞ്ഞത് മാത്രമാണോ വിഷയം? അല്ല, ഇനിയുണ്ട്. കർണാടകയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ദാവനഗരെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ. അത് 2023 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് 57% വോട്ട് നേടി വിജയിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം. ഏതാണ്ട് 28% മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യം ഉയർന്നെങ്കിലും കോൺഗ്രസ് അത് സമ്മതിച്ചില്ല. പകരം അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അദ്ദേഹം ജയിച്ചു. പക്ഷേ ഫലം വന്നപ്പോൾ 57% ഉണ്ടായിരുന്ന വോട്ട് 43% കുറഞ്ഞു. അത് മാത്രമല്ല, അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ആ SDPI സ്ഥാനാർത്ഥി തൊട്ട് മുമ്പേ നടന്ന 23 നടന്ന തെരഞ്ഞെടുപ്പിൽ 1302 വോട്ടാണ് നേടിയിരുന്നതെങ്കിൽ ഈ 26 ഉപതെരഞ്ഞെടുപ്പിൽ അത് 18,975 വോട്ടായിട്ട് വർദ്ധിച്ചു. ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും ഇല്ലേ? അപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നത് സത്യത്തിൽ ആരാണ്? BJP ആണോ, അതോ ഈ പറഞ്ഞതുപോലെ മറ്റു ചില ശക്തികളാണോ? ഈ ആസാമിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ 18 മുസ്ലിം സ്ഥാനാർത്ഥികൾ 19 പേരിൽ 18 മുസ്ലിങ്ങളും ജയിച്ചു? ഇവരെ എന്തുകൊണ്ട് തെരഞ്ഞുപിടിച്ച് ജയിപ്പിച്ചു? മറ്റ് മുസ്ലിം സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് ജയിപ്പിച്ചില്ല? ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഈ ആസാമിലെ തന്നെ AIUDF എന്നൊരു പ്രാദേശിക പാർട്ടിയുണ്ട്. അതിൻ്റെ നേതാവ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്, ബദറുദ്ദീൻ അജ്മൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഒരു പ്രസ്താവന വളരെ അർത്ഥവത്താണ്. അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം കൊടുത്തത്, അതിനെ നിർമ്മിച്ചത്, ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിച്ചത്. അത് ഒരു കാര്യമുണ്ട് പ്രശാന്ത്, കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. അതായത് എന്നു മുതലാണോ ഹിന്ദുത്വം വിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത വിട്ടു പോകുന്നത്, അതിനുശേഷമാണ് കോൺഗ്രസ് സാംസ്കാരിക ദേശീയത. അതിനുശേഷമാണ് ഒരുപക്ഷെ നമ്മൾ ഈ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഈ പറഞ്ഞത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാംസ്കാരിക ദേശീയത അത് മതമൊന്നുമല്ല, അതൊരു മഹത്തായ സംസ്കാരത്തിന്റെ, മഹത്തായ പാരമ്പര്യത്തിന്റെ ഒക്കെ ഭാഗമാണ്. അല്ലാതെ അതിനെ ഒരു മതമായിട്ട് കാണാൻ തുടങ്ങിയ നമ്മളെ ഈ ബദറുദ്ദീൻ അജ്മൽ പറയുന്നത് കേൾക്കൂ.
കോൺഗ്രസിനെ നിർമ്മിച്ചത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നാണ്. അത് ഈ പറഞ്ഞ ശ്രീല ഇപ്പൊ പറഞ്ഞ ഒരു സാംസ്കാരിക ദേശീയതയുടെ അടിത്തറയിലാണ് അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറും ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല, സമഗ്രമായ ഒരു മാറ്റം രാജ്യത്ത് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ് ആദ്യകാലത്ത് നടത്തിയത്. പിന്നീട് അതിൽ വെള്ളം ചേർത്തപ്പോഴാണ് കോൺഗ്രസ് പതുക്കെ പതുക്കെ കോൺഗ്രസ് അല്ലാതായി മാറിയത്. അതെനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് ആരംഭിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപജയം ആരംഭിച്ചതാണ് രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടതിന് കാരണം. എന്നിട്ട് പഴി പഴി ഇപ്പോഴും അതെ, രാജ്യത്തെ വിഭജിച്ചവർക്കല്ല പഴി. ഇപ്പൊ അവര് മതേതരരാണ്, രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചവർ മതേതരരും. അന്ന് ഇല്ലാത്ത പിന്നീടുണ്ടായ അന്ന് ജന്മമെടുക്കാതിരുന്ന BJP ഒരു വർഗീയ കക്ഷി ഇരിക്കട്ടെ, നമുക്കത് രസകരമാണ്. സത്യത്തിൽ ബുദ്ധിയുള്ളവർ അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്, ഇദ്ദേഹം ബദറുദ്ദീൻ അജ്മൽ പറയുന്നു, കോൺഗ്രസ് മതനിരപേക്ഷതയ്ക്ക് സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ അവർ ഹിന്ദു മുസ്ലിം MLA-മാർ ഒരുപോലെ ഉണ്ടായി വരും. വേറൊരു വലിയ അപകടമുണ്ട് കേരളത്തിലും. ഇപ്പൊ ന്യൂനപക്ഷ 71 140-ൽ 70 140 71 ന്യൂനപക്ഷങ്ങളും 70 പേർ അല്ല 69 പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർ. അല്ല, അങ്ങനെ ഒരു കണക്കെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. നമ്മൾ അക്കാര്യത്തിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിന്റെ ഗുണവും ദോഷവും പൊതുസമൂഹം അറിയട്ടെ. അവര് നിങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസ് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ, നോക്കൂ, BJP ഒരു സ്ഥലത്തും മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നില്ല, ഒരു തലത്തും ക്രിസ്ത്യാനികളെ മത്സരിപ്പിക്കുന്നില്ല, ഹിന്ദുക്കളെ മാത്രം മത്സരിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഭരണത്തിലിരിക്കുന്ന BJP ആണ്. ബീഹാർ, ഗുജറാത്ത് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും, ആസാം, ഗോവ അടക്കമുള്ള മണ്ഡലങ്ങളിലും BJP വിജയിക്കുന്നു. അതായത് 80% മുസ്ലിം, അത് താമര ചിഹ്നത്തിൽ തന്നെ. അതെ, 80% മുസ്ലിം വോട്ടുള്ള യുപിയിലെ നിയമസഭാ മണ്ഡലങ്ങൾ BJP നിർത്തിയ ഹിന്ദു സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നു. അപ്പുറത്ത് കോൺഗ്രസ് നിർത്തിയ, സമാജ്വാദി പാർട്ടി നിർത്തിയ, അസാസുദ്ദീൻ ഒവൈസി നിർത്തിയ മുസ്ലിം സ്ഥാനാർത്ഥികളെല്ലാം തോക്കുന്നു. അപ്പൊ അതിനകത്ത് ജനങ്ങൾ വിവേകപൂർവ്വം വോട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ഈ പ്രതിഭാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഇത് നമ്മൾ വലിയ നിരക്ഷര കുക്ഷികളെന്നും കൊടിയ വർഗീയവാദികളെന്നും ഒക്കെ ആക്ഷേപിക്കുന്ന യുപിയിലെ ജനങ്ങൾ, അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ നേരവകാശികൾ. അവരാണ്. അതെ, ഇവിടെ തെരഞ്ഞെടുപ്പ് മതം മാത്രമാണ് പ്രബുദ്ധതയും വിദ്യാഭ്യാസവും ജനാധിപത്യവും. പ്രബുദ്ധത പറയുന്ന, വലിയ വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ട്, സാക്ഷരരാണ് എന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് ജാതിയും മതവും പരിശോധിച്ച് വോട്ട് ചെയ്യുന്നത്. അതായത് യാക്കോബക്കാരനെ ഓർത്തഡോക്സുകാരെ വോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. വോട്ട് ചെയ്യില്ല, മറിച്ചും വോട്ട് ചെയ്യില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ നോക്കൂ, മുസ്ലിം വിഭാഗത്തിൽ തന്നെ സുന്നികളിൽ തന്നെ പിളർപ്പുണ്ട്. അതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. ഇവിടെ ചർച്ചയാകുന്നത് ഈ പറഞ്ഞതുപോലെ ഹിന്ദു വർഗീയത, ഹിന്ദു ഭീകരത, കാവ്യ ഭീകരത, ഇതൊക്കെയാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അധികാരം പിടിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ തന്ത്രമാണ്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തതല്ല, അവര് പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ഭരണം സാരമില്ല, നമുക്ക് ഭരിക്കണം, നമുക്ക് ഭരണം കിട്ടണം. ഇതാണ് ഇടതു മുന്നണിയെയും വലതു മുന്നണിയെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ബദറുദ്ദീൻ അജ്മൽ പറയുന്നത്, കോൺഗ്രസ് ഇങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഈ 19 MLA-മാരിൽ 18 പേരെയും മുസ്ലിങ്ങളായപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിനെ ആ പഴയ ലീഗ്, ഇന്ത്യ വിഭജനത്തിന് കാരണമായ, ഭാരത വിഭജനത്തിന്റെ കാരണക്കാരായ മുസ്ലിം ലീഗ് വിഴുങ്ങിയിരിക്കുന്നു. ആ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ ഒരു സന്തതിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പഴയ മുസ്ലിം ലീഗിന്റെ അതേ മാർഗത്തിൽ കൂടെയാണ് മുന്നേറുന്നത്. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടനെതിരെ ഇത്ര രൂക്ഷമായ ആക്രമണം. മാത്രമല്ല പ്രശാന്ത്, ഇത് മാത്രമായിട്ട് കാണാൻ മാത്യു കുഴൽനാടനെതിരെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ട അതിക്രൂരമായ 2-3 കാഴ്ചകളുണ്ട്. അത് മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല. ഒന്ന്, കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നു.
ആ കെ സുരേന്ദ്രന്റെ പരാജയം തന്നെ ഉറപ്പാക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ആ വോട്ട് മറിച്ച് ചെയ്തുകൊണ്ട് സുരേന്ദ്രനെ തോപ്പിക്കുന്ന 20,000-ലേറെ വോട്ടുകൾ മറിച്ച് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ക്രോസ് വോട്ടിംഗ് ചെറിയ ക്രോസ് വോട്ടിംഗ്, അതായത് അത് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ ജാതീയമായി അല്ലെ ചില ആൾക്കാർക്ക് ചില കുടുംബങ്ങൾക്കും ഒക്കെ തീരുമാനിക്കാം നമ്മുടെ വോട്ട് പ്രാവശ്യം നമുക്ക് മറ്റൊരാൾക്ക് ചെയ്യാം. പക്ഷേ ഇതല്ല, 20,000 വോട്ട് 25,000 വോട്ടൊക്കെ പറയണേ അത് പാർട്ടി തലത്തിലെടുത്ത് അതിഭീകരം. അതായത് നേരത്തെ കഴിഞ്ഞ തവണ 2021 പാലക്കാട് ഈ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ ക്രോസ് വോട്ടിംഗ് നടന്നു. നമുക്ക് മനസ്സിലാക്കാം ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു. പാലക്കാട് ഇടത് വോട്ട്, അതായത് ഇടത് സ്ഥാനാർത്ഥി ജയിക്കില്ല, അതുകൊണ്ട് ഇടത് വോട്ട് കോൺഗ്രസ് BJP-യെ തോൽപ്പിച്ചു. അത് പകരം തൃത്താലയിൽ മുസ്ലിം വോട്ട് ഷാഫി പറമ്പിൽ ഇടപെട്ട് നോക്കൂ, കൃത്യമായിട്ട് അത് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് സാധാരണ നിലയ്ക്ക് ബൽറാമിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് മറിച്ച് എം പി രാജേഷിന് കൊടുത്തു. എം പി രാജേഷ് ജയിപ്പിച്ചു. ഇക്കുറി ആ വോട്ടെല്ലാം തിരിച്ച് ബൽറാമിനാണ് രാജേഷ് തോറ്റത്. രാജേഷിന് വലിയ തോൽവി സംഭവിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് പാലക്കാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം നിർത്തിയിട്ട് പോലും ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ട് ഏകീകരിക്കപ്പെട്ട് സത്യത്തിൽ 4 ദിവസം മുമ്പ് വരെ കോൺഗ്രസ്സുകാരനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, എങ്ങും കിട്ടാൻ നിവൃത്തിയില്ലാത്തോണ്ട് കൊണ്ടുപോയി നിർത്തിയതാണ്. അത് പണ്ട് ഉപതെരഞ്ഞെടുപ്പിലും അങ്ങനെ ആയിരുന്നല്ലോ. സരിൻ അവിടെ സീറ്റ് മോഹിച്ചു നിന്ന് സരിന് സീറ്റ് കിട്ടാതെ ആയപ്പോൾ ഇപ്പുറത്തേക്ക് വന്നതാണ്. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിപ്പോ സന്ദീപ് വാര്യർ പോയാലും സ്വീകരിക്കും, ആര് ചെന്നാലും ഇടതുപക്ഷം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് സുരേന്ദ്രന്റെ മഞ്ചേശ്വരത്തേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ഇടയ്ക്ക് രാഷ്ട്രീയം വേറെ വിട്ടു. അപ്പോൾ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷം സുരേന്ദ്രന്റെ ഫ്ലക്സ് അതിന്റെ തലയിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ച് തകർക്കുന്ന കാഴ്ച, ബോംബ് വെച്ച്. അത് മാത്രമല്ല, ഒരാളെ മലപ്പുറത്ത് ഒരു മുട്ടനാടിന്റെ തല അറുത്ത് പ്രകടനം നടത്തുക. നോക്കൂ, പല സുന്നി പണ്ഡിതന്മാരും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത്. ഞാൻ പറഞ്ഞ മനുഷ്യർക്ക് അത് സഹിക്കാൻ കഴിയും. അവര് വളരെ, അതായത് ഈ അങ്ങേയറ്റം നിഷ്ഠൂരമായ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുക. സത്യത്തിൽ ഇത് മനോരോഗികളാണ്. തീർച്ചയായും ഇത് ഒരു കൂട്ടം മനോരോഗികൾ. എനിക്കൊന്ന് ഇറച്ചിയൊക്കെ കഴിച്ച് ബോധമില്ലാതായി പോയി. എനിക്കൊന്നും ഒരു നോക്ക് നോക്കാൻ പോലും ആവട്ടെ. ഒരു ആടിനെ, ആദ്യ ആടിനെ ജീവനുള്ള ഒരാടിനെയും കൊണ്ട് നടന്നു വന്നിട്ട് പ്രകടനമായിട്ട് വന്നിട്ട് അതിനെ പരസ്യമായിട്ട് അറുത്ത് അതിന്റെ തലയുമായിട്ട് പിന്നെ പ്രകടനം നടത്തും. അല്ല, കോൺഗ്രസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. പശുവിനെ പരസ്യമായിട്ട് അറുത്തിട്ടുണ്ട്. പശുവല്ലാതെ, പക്ഷെ പശുവിനെ പശുവല്ല, പശുക്കുട്ടിയെ, കന്നുകുട്ടിയെ അറുത്ത് പരസ്യമായിട്ട് അറുത്ത് റിജിൽ മാക്കുറ്റി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബീഫിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നടന്നിട്ടുള്ളതാണ്. എന്നാൽ പോലും അല്ല, ഇതൊക്കെ ഈ വിഭാഗത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതെ, ഇത് ഈ കോൺഗ്രസ്സുകാര് ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? മുസ്ലിം ലീഗുകാരും ആലോചിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുമോ? നിങ്ങൾക്ക് ബംഗാൾ ഒരു വലിയ പാഠമാണ്. കാരണം ഇങ്ങനെ നിരന്തരം നടത്തിയ പ്രശ്നങ്ങളാണ്. നിരന്തരം ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുകയും മറുവിഭാഗത്തെ ക്രൂരമായി ചവിട്ടിയരയ്ക്കുകയും ചെയ്ത ഒരു ഏകാധിപതിയായ ഒരു സ്ത്രീക്കുണ്ടായ പതനം നിങ്ങളുടെ മുന്നിലുണ്ട്. അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും മണ്ഡലങ്ങളിൽ പോലും BJP ജയിച്ചു കയറിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും ഭാവിയിൽ ഇത് തന്നെയാണ്. കാരണം ജനങ്ങളെല്ലാവരും നിങ്ങൾ കരുതുന്നത് പോലെ മതവർഗീയ ഭ്രാന്ത് പിടിപെട്ടവരല്ല. അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആ മതവർഗീയ ഭ്രാന്തിന് അടിപ്പെട്ട് ഒരു ചെറിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ മതവർഗീയ ഭ്രാന്തിനെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, RSS, തൃശൂലം, വിശ്വഹിന്ദു പരിഷത്ത്, ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെടുത്തി ഒരു സമൂഹത്തെ ഒരുപാട് നാളൊന്നും കളിപ്പിക്കാൻ നിങ്ങൾക്കാർക്കും പറ്റില്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. ഇപ്പോൾ നോക്കൂ, 12 വർഷത്തിൽ കൂടുതലായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നു. ഇവിടെ CAA എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. എന്തുമാത്രം ദുഷ്പ്രചരണമാണ്. അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേരിട്ടിറങ്ങി ക്യാമ്പയിൻ നടത്തുകയായിരുന്നു. എന്താണ്? മുസ്ലിങ്ങളുടെ എല്ലാം പൗരത്വം ഇപ്പൊ നഷ്ടപ്പെടും, ക്രിസ്ത്യാനികളുടെ പൗരത്വം. എന്നിട്ട് ഇവിടെ ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിക്കണമെന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഡിറ്റൻഷൻ സെന്റർ? വിദേശത്തുനിന്ന് അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്ന് നിവൃത്തിയില്ലാതെ ഈ മണ്ണിൽ കഴിയുന്ന ആൾക്കാരെ
ഈ രേഖകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരം അവർ പിടിയിലായി കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു കേന്ദ്രം ആവശ്യമുണ്ട്. അതിന്റെ പേരാണ് ഡിറ്റൻഷൻ സെന്റർ. അതൊരു പുനരധിവാസ കേന്ദ്രമാണ്, അല്ലാതെ ജയിലൊന്നും അല്ല. അത് ഇവിടെ സ്ഥാപിക്കില്ല. അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെ ആദ്യം ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മനുഷ്യരെ പറ്റിച്ച് തമ്മിലടിപ്പിച്ച് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചതിയൻ കുറുക്കൻ്റെ നയം അതിവിടുത്തെ ഈ ഇടതു വലതു മുന്നണികൾ അവസാനിപ്പിക്കാതെ, ഈ രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കാതെ ഒരു കാരണവശാലും ഈ രാജ്യം രക്ഷപ്പെടില്ല, നിങ്ങളും രക്ഷപ്പെടില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് ദുർവിധിയാണ്, ഒരു സംശയവുമില്ല. ഇവിടെ ഈ CAA സമരത്തിൽ ഒക്കെ എന്തെല്ലാം വ്യാജ നിർമ്മിതികളാണ് ഉണ്ടായത്. മറ്റേ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലോ അതുപോലെ ജാമിയ മില്ലിയയിൽ 2 പേർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഇന്നത്തെ ലോക് ഭവൻ, പഴയ രാജ്ഭവൻ, അതുപോലെ സെക്രട്ടേറിയറ്റ്, ഇതിൻ്റെയൊക്കെ മുമ്പിൽ മയ്യത്ത് നമസ്കാരം നടത്തിയ കൂട്ടരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. ഞാൻ പറയുന്നത് ഒരു പവിത്രമായ കർമ്മം, മരണാനന്തരം നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം. ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ ഭൗതികമായി അവശേഷിക്കുന്ന ആ ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും മാന്യമായൊരു പ്രവൃത്തിയാണ് ആ നമസ്കാരം. അത് വിവിധ മതവിഭാഗങ്ങൾക്ക് വിവിധ ആചരണ ശൈലികളുണ്ടാകാം, വിവിധ അനുഷ്ഠാന പദ്ധതികളുണ്ടാകാം. പക്ഷേ എല്ലാവരും അങ്ങേയറ്റം ആദരവോടുകൂടി അർപ്പിക്കുന്നതാണ് ആ നമസ്കാരം. ആ നമസ്കാരത്തെ പോലും തെരുവിലേക്ക് വലിച്ചിഴച്ച് അതൊരു ഒരു പ്രതിഷേധത്തിൻ്റെ, ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിച്ചവരാണ് ഈ ഇടതു വലതു മുന്നണികൾ. കോൺഗ്രസ് അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല. ഒരു കാലത്ത് മതനിരപേക്ഷതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ എന്താ പറയുക, അതിൻ്റെ അപ്പോസ്തലന്മാരായിരുന്ന കോൺഗ്രസ് ഇന്ന് ഈ തരത്തിൽ അധപ്പതിച്ചിരിക്കുന്നത് വലിയ ആപത്ത് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ഇന്ന് മാത്യു കുഴൽനാടനെതിരെ അതിരൂക്ഷമായി തെരുവിലിറങ്ങിയിരിക്കുന്നവർ നാളെ കോൺഗ്രസിനെ ഒന്നടങ്കം എതിർത്തുകൊണ്ട് തെരുവിലിറങ്ങും. ആ ദിനം വിദൂരമല്ല. നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് വീട്ടിനകത്ത് അലമാരയ്ക്കകത്ത് കൊണ്ടുവെക്കുകയാണ്. അത് അലമാര തുറക്കുമ്പോൾ പണം വിരിച്ച് നിങ്ങളെ തന്നെ കൊത്തും എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം.